ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു QA ഫോക്കസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. +1 ഫിസിക്സിനകത്ത് നിന്ന് നേരത്തെയൊക്കെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഡയമെൻഷൻ ഓഫ് ദി ഫോളോയിങ്. ആരുടെയൊക്കെയാണ്? ഇമ്പൾസും ടോർക്കും. ഇങ്ങനെ ഡയമെൻഷൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ചോദിക്കാറുണ്ട്. അപ്പോൾ ഡയമെൻഷൻ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് അതിൻ്റെ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ എഴുതി നോക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഡെഫിനിഷനോ സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും അറിയാമെങ്കിൽ നമ്മൾ അതൊന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് അതനുസരിച്ച് ഇക്വേഷൻ എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതിയിട്ട് പെട്ടെന്ന് ഡയമെൻഷൻ എഴുതാൻ നോക്കുക. ഇവിടെ ഇമ്പൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം ആണ്. എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ടൈമാണ് അല്ലേ. ഇനി ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ മാസിൻ്റെ എമ്മും ആക്സലറേഷൻ്റെത് L(T⁻²) ആണ്. ഓക്കെ, ഇനി ടൈമിൻ്റെ എന്തായിരുന്നു? T ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? L(T⁻²) ടിയും കൂടി വരുമ്പോൾ എന്ത് വരും? T⁻⁻1 എന്ന് വരും. ഓക്കെ, then what is the dimension of torque? ടോർക്കിൻ്റെ ഡയമെൻഷൻ എന്താ? ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസിന് ഈക്വൽ ആണ്. ഫോഴ്സ് നമുക്കറിയാം L(T⁻²) ആണ്. ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ എല്ലും കൂടി വരും. L(T⁻²)(T⁻²) L(T⁻²)(T⁻²). Okay, then next question is, which type of motion is described by the following graph? വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് ടൈം ആക്സിസിന് പാരലൽ ആണെങ്കിൽ അത് യൂണിഫോം മോഷനെ ആയിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. യൂണിഫോം മോഷൻ, അതായത് VT ഗ്രാഫ് ടൈം ആക്സിസിന് പാരലൽ ആണെങ്കിൽ അത് യൂണിഫോം മോഷൻ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ചോദിക്കാവുന്ന ഒരു അഡീഷണൽ ഒരു ക്വസ്റ്റ്യനും കൂടി പറയാം. What is the area enclosed by VT graph? Area enclosed by VT graph. VT graph enclose ചെയ്യുന്ന ഏരിയ എന്തിന് ഈക്വൽ ആയിരിക്കും? ഏരിയ ഓഫ് ദി VT graph എന്ന് പറയുന്നത്, ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ VT graph എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഓബ്ജക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഓബ്ജക്റ്റ്. ഇതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതിപ്പം തന്നെ പഠിച്ചു വയ്ക്കണം. ഇത് പഠിക്കാനായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഒപ്പം തന്നെ അതങ്ങ് മനസ്സിലാക്കി അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ അതങ്ങ് തീർക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് U ഈസ് ദി വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്? നമുക്കറിയാം റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R = U² sin 2θ ബൈ പെട്ടെന്നൊന്ന് ആലോചിച്ച് എന്തായിരുന്നു? G. ഇനി ഈ R മാക്സിമം ആണെങ്കിൽ sin 2θയുടെ വാല്യൂ 1 ആയിരിക്കണം. sin 2θയുടെ വാല്യൂ 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ R മാക്സിമം ഈക്വൽ ടു എന്തെന്ന് എഴുതാം? U² ബൈ G എന്ന് എഴുതാം. ഇവിടെ ഇനി എക്സ്ട്രാ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ ഏരിയയിൽ നിന്ന് വരാവുന്ന ഒരു അഡീഷണൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് പറഞ്ഞു പോകാം. ഈ sin 2θയുടെ വാല്യൂ 1 എന്ന് വെച്ചാൽ 2θ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എന്ന് വെച്ചാൽ തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ മാക്സിമം റേഞ്ച് കിട്ടാനായിട്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടാൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയിലായിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഇതിനകത്ത് നിന്ന് വരാവുന്ന ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടി പറഞ്ഞതാണ്. ഇതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താ പറയുന്നത്? ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ എ സിസ്റ്റം, നോ എക്സ്റ്റേണൽ ഫോഴ്സ്
act on a system, total momentum of the system is conserved. Momentum is conserved അല്ലെങ്കിൽ total momentum remains constant. If no external force act, then the total momentum of the system remains constant. അല്ലെങ്കിൽ F external equal to നമുക്കറിയാം dp/dt ആണ് അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആണെങ്കിൽ dp/dt 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് 0 കിട്ടണമെങ്കിൽ ആ ക്വാണ്ടിറ്റി എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഫോഴ്സ് 0 ആണെങ്കിൽ ആര് കോൺസ്റ്റൻ്റ് ആയിരിക്കും? പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. പി ആരാ? പി ഈസ് ദി ലീനിയർ മൊമെൻറ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഓൾവേസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ. ഈക്വലും ഓപ്പോസിറ്റും ആണ്. പക്ഷെ എന്ത് ചെയ്യില്ല? ഡു ദേ ക്യാൻസൽ ഈച്ച് അതർ? അത് ക്യാൻസൽ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. പക്ഷേ ആ രണ്ട് ഫോഴ്സസും ആക്ഷൻ ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാൻസൽ ചെയ്ത് പോവുമോ? ഇല്ല. നോ. ജസ്റ്റിഫൈ. എന്താ കാരണം? രണ്ട് ഓബ്ജക്റ്റ് എടുത്തു, എയും ബിയും. എ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ബിയിലാണ്, ആക്ഷൻ ഫോഴ്സ് നടക്കുന്നത് ബിയിലാണ്. ബി തിരിച്ച് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്, അതായത് റിയാക്ഷൻ എന്ന് പറയുന്നത് ആരിലാണ് ആക്ട് ചെയ്യുന്നത്? എയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ആക്ഷനും റിയാക്ഷനും ആക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ബോഡീസിലാണ്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആക്ട്സ് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. അതുകൊണ്ട് അതെന്ത് ചെയ്യില്ല? ക്യാൻസൽ ചെയ്ത് പോകില്ല. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകത്തില്ല. ബിക്കോസ് ദേ ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ ഏരിയ അണ്ടർ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്? ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിനകത്ത് വരുന്ന ഏരിയ എന്തിന് ഈക്വൽ ആയിരിക്കും? ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിനകത്ത് വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്നുവെച്ചാൽ ആർക്ക് ഈക്വലാണ്? വർക്ക് ഡണ്ണിന് ഈക്വലാണ്. The area under force displacement graph is equal to the work done by the force ആണ്. അവിടുത്തെ വർക്ക് ഡണ്ണിന് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ is calculate the work done if a man carrying heavy box on his head on a level road from one place to another. നോട്ട് ചെയ്യേണ്ട കാര്യം, ഓൺ എ ലെവൽ റോഡാണ്, ഒരു പോയിന്റിൽ നിന്ന് വേറൊന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ടി വരുന്ന വർക്ക് ഡൺ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് എസ് കോസ് തീറ്റയാണ്. ശരിയാണോ? എഫ് എസ് കോസ് തീറ്റയാണ്. ഒരാൾ ഒരു ഹെവി ഓബ്ജക്റ്റ് തലയിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ട് മുമ്പോട്ട് നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് താഴത്തേക്കായിരിക്കില്ലേ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അയാൾ മൂവ് ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്ക്, അതായത് ഹൊറിസോണ്ടലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഹൊറിസോണ്ടലാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം കോസ് 90യുടെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0. വർക്ക് ഡൺ 0 ആയിരിക്കും. എന്താ കാര്യം? The force and displacement are perpendicular to each other. Force and displacement are perpendicular to each other. Therefore, the work done W equal to Fs cos 90 equal to 0 ആയിരിക്കും. Okay. Next one is two bodies of mass 1 kilogram and 4 kilogram have equal linear momentum. What is the ratio of their kinetic energies ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. രണ്ടിനും എന്ത് സെയിം ആണ് തന്നിട്ടുണ്ട്? ലീനിയർ മൊമെൻറ്റം സെയിം ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ആണ്. ഫസ്റ്റ് ഓബ്ജക്റ്റിൻ്റെ ആയതുകൊണ്ട് നമുക്ക് 1 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓബ്ജക്റ്റിന് നമുക്ക് എന്തെഴുതാം? p2 സ്ക്വയർ ബൈ 2m2 എന്ന് എഴുതാം. ഓക്കെ.
അങ്ങനെയെങ്കിൽ KE1 ബൈ KE2 എന്ന് പറയുന്നത് എന്തായിരിക്കും? P1 സ്ക്വയർ ബൈ 2m1 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ 2m2 ബൈ P2 സ്ക്വയർ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലീനിയർ മൊമെൻ്റ് രണ്ടിനും ഈക്വൽ ആണെന്ന്. ക്യാൻസലായി പോവും, ഇതും കട്ടായി പോവും. ബാക്കി എന്ത് കിട്ടും? m2 ബൈ m1. റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജീസ് എന്ന് പറയുന്നത് m2 ബൈ m1 ഈക്വൽ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് m2 4 ആണ്, m1 1 ആണ്. റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജീസ് 4:1 ആയിരിക്കും. കണ്ടോ, സിമ്പിൾ അല്ലേ? പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. 1 മാർക്ക് കിട്ടുകയും ചെയ്യും. ഇനി കൂടുതൽ പ്രോബ്ലംസ് മാത്രം വരുന്ന ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. അതും കൂടി നോക്കിയേക്കണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. സാധാരണ ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം മറക്കാതെ അതും കൂടി നോക്കിയേക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത് ലീനിയർ മൊമെൻറ്റം ആയിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആംഗുലർ മൊമെൻറ്റം ആണ്. ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇവിടെ എന്താ പറയുന്നത്? ടോർക്കാണ്. എക്സ്റ്റേണൽ ടോർക്ക് ഈക്വൽ ടു 0 ആണെങ്കിൽ ആര് കൺസേർവ്ഡ് ആയിരിക്കും? ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. അതായത് ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്, അല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ഈക്വൽ ടു 0 ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ dl/dt 0 ആണ്. dl/dt 0 ആണെങ്കിൽ എല്ലാരായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. Torque acting on the system is 0 means angular momentum is constant. അല്ലെങ്കിൽ law of conservation of angular momentum states that the angular momentum of a system remains constant if tau equal to 0. If tau equal to 0, angular momentum is constant. ഓക്കെ, ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞില്ലേ? അടുത്ത എന്താണെന്ന് നോക്കാം. Write the relation between linear velocity and angular velocity. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും ആയിട്ടുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാവുന്നതാണ്, സിമ്പിളാണ്. പെട്ടെന്ന് ഓർത്ത് എന്തായിരുന്നു എന്ന്? V ഈക്വൽ ടു R ഒമേഗ. V ആരായിരുന്നു? ലീനിയർ വെലോസിറ്റി. ഒമേഗയോ? ആംഗുലർ വെലോസിറ്റി. ആറോ? റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത്. റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത്. സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ദി SI യൂണിറ്റ് ഓഫ് ആംഗുലർ ആക്സലറേഷൻ. നമുക്കറിയാം ലീനിയർ ആക്സലറേഷൻ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ശരിയാണോ? ഇവിടെ ആംഗുലർ ആക്സലറേഷൻ വരുമ്പോഴത്തേക്കും മീറ്ററിൻ്റെ പ്ലേസിൽ ആര് വരും? റേഡിയൻ. ആംഗിൾ ആണ് അല്ലേ? ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തുവരും? റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ആംഗുലർ ആക്സലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ടോർക്ക് എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ടോർക്കിൻ്റെ യൂണിറ്റ് ആരായിരിക്കും? ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. കൂടുതൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിലുണ്ട്. അപ്പം എക്സാമിന് പോകുന്നതിന് മുമ്പ് അതും കൂടി നോക്കിയിട്ട് പോകണം. അത്യാവശ്യം വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അതിനകത്ത് തന്നിട്ടുണ്ട്. ഒരു ക്വിക്ക് റിവിഷനാകും. പഠിക്കാത്തവർക്കാണെങ്കിലും പെട്ടെന്ന് പാസ് മാർക്ക് കിട്ടാനുള്ളതും അതിനകത്തുണ്ട്. A+ എയിം ചെയ്യുന്നവർക്ക് ഒട്ടും തന്നെ മാർക്ക് പോകാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ല ഗ്രേഡ് വേണ്ടവർക്ക് ഒട്ടും തന്നെ മാർക്ക് പോകാതിരിക്കാനായിട്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും പ്രോബ്ലംസിൻ്റെ വീഡിയോയൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് G അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്? എർത്തിൻ്റെ സെൻറ്ററിൽ ജിയുടെ വാല്യൂ എന്താണ്? സെൻറ്റർ ഓഫ് എർത്ത് ജിയുടെ വാല്യൂ എന്തായിരിക്കും? G ഈക്വൽ ടു 0 ആണ് അല്ലേ? അറ്റ് ദി സെൻറ്റർ ഓഫ് എർത്ത് വാല്യൂ ഓഫ് G ഈസ് 0. നെക്സ്റ്റ് വൺ, എ മാൻ ക്യാൻ ജംപ് ഹയർ ഓൺ ദി മൂൺ ദാൻ ഓൺ ദി എർത്ത്. എർത്തിലുള്ളതിനെക്കാട്ടിലും കുറേ കൂടി ഹൈറ്റിലേക്ക് ചാടാനായിട്ട് ഒരാൾക്ക് പറ്റും. എവിടെ? മൂണിലാണെങ്കിൽ. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാറുണ്ട്. എല്ലാത്തിനും മൂന്നും എർത്തുമായിട്ട് കമ്പയർ ചെയ്ത് വരുന്ന ഒട്ടുമുക്കാൽ ക്വസ്റ്റിനകത്തും ജിയെ ബേസ് ചെയ്തുള്ളതായിരിക്കും. അതായത് മൂണിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിലുള്ളതിൻ്റെ 1/6 മാത്രമേ ഉള്ളൂ. അതായിരിക്കും എപ്പോഴും അതിനകത്ത് മെയിൻ പോയിന്റ് അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ ഈസ് ഓൾവേസ് 1/6 ഓഫ് ദാറ്റ് ഓൺ ദി എർത്ത് തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. മൂണിൽ ജി എന്ന് പറയുന്നത് എർത്തിലെ ജിയുടെ 1/6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓൺ മൂൺ എന്തായിരിക്കും? ഫോഴ്സ് ഓൺ മൂൺ എം ഇൻറ്റു ജി എഫ് അല്ലേ, എം ഇൻറ്റു GE/6 ആയിരിക്കും. എം ഇൻറ്റു ജി എന്ന് പറയുന്നത് ആരാ? ഫോഴ്സ് ഓൺ എർത്താണ്, /6 ആണ്. അപ്പം ഫോഴ്സ് ഓൺ മൂൺ എന്ന് പറയുന്നത് എർത്തിലുള്ളതിൻ്റെ എത്രയേ ഉള്ളൂ? 1/6 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്, മൂണിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ഹൈറ്റിലേക്ക് ജമ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഒട്ടുമുക്കാലും ക്വസ്റ്റിനകത്ത് കാണുന്നതാണ് ഈ ഒരു ഗ്രാഫ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. വിച്ച് മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്? യങ്സ് മോഡുലസ് ആർക്കാ കൂടുതലെന്ന്. അതായത് സ്ലോപ്പ് ആർക്കാണോ കൂടുതൽ അതിനായിരിക്കും യങ്സ് മോഡുലസ് കൂടുതലായിട്ട് വരുന്നത്. കാരണം Y എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ സ്ലോപ്പ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഗ്രാഫിനാണ്. AB കൊടുക്കാം. ഫസ്റ്റ് ഗ്രാഫിനാണ്. അതുകൊണ്ട് യങ്സ് മോഡുലസ് കൂടുതൽ ആർക്കായിരിക്കും? എക്കായിരിക്കും. സ്ലോപ്പ് എന്ന് വെച്ചാൽ ആംഗിൾ മെയ്ഡ് വിത്ത് ദി ഹൊറിസോണ്ടൽ എന്നാണ് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നതിനെക്കാട്ടിൽ ആംഗിൾ കൂടുതൽ വരുന്നത് ഇവിടെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു സ്ലോപ്പ് വരച്ചാലും സ്ലോപ്പ് കൂടുതലായിട്ട് വരുന്നത് ആർക്കാണ്? എക്കായിരിക്കും സ്ലോപ്പ് കൂടുതലായിട്ട് വരുന്നത്. വേറൊരു രീതി പറയാനാണെങ്കിൽ ഈ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവിടെ വേണ്ടി വരുന്ന സ്ട്രെസ് ഏതാണോ അതിനെക്കാട്ടിലും കുറഞ്ഞ സ്ട്രെസ് മതി ഇവിടെ ഈ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതായത് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവിടെ കൂടുതൽ സ്ട്രെസ് വേണ്ടി വരും, ഇവിടെ കുറച്ച് സ്ട്രെസ് മതി. എല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കണ്ട. കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്നുള്ളവർക്ക് മാത്രം അത് മനസ്സിലാക്കിയാൽ മതി. ഇല്ലാത്തവർ ജസ്റ്റ് ഇത് മാത്രം എഴുതിയാൽ മതി. യങ്സ് മോഡുലസ് എന്ന് പറയുന്ന സ്ലോപ്പിന് ഈക്വലാണ്. സ്ലോപ്പ് എപ്പോഴും ആർക്കായിരിക്കും കൂടുതൽ? ഈ ഗ്രാഫിനാണ് കൂടുതലായിട്ട് വരുന്നത്. അതായത് ഇവിടെ ആംഗിൾ കൂടുതൽ ആർക്കാണോ വരുന്നത് അതിനായിരിക്കും സ്ലോപ്പ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ഗ്രാഫ് തീറ്റ കുറവല്ലേ, അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ? ഏതാണ് കൂടുതൽ ഡക്റ്റൈൽ ആയിട്ട് വരുന്നതെന്ന്. ഡക്റ്റൈൽ മീൻസ് കൂടുതൽ നീളത്തിലേക്ക് നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുന്നത് ഏതിനെയാണെന്നാണ്. അതായത് ഫ്രാക്ചർ പോയിന്റ് കൂടുതലായിട്ട് വരുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റീജിയൻ കൂടുതലായിട്ട് വരുന്നത് ആർക്കാണോ അതിനെയായിരിക്കും കൂടുതൽ ഡക്റ്റൈലായിട്ട് വരുന്നത്. ഇവിടെ നോക്കിക്കേ ഗ്രാഫ്, ആർക്കാ കൂടുതലായിട്ട് വരുന്നത്? ഇവിടെയാണ് കൂടുതലായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ആരായിരിക്കും കൂടുതൽ ഡക്റ്റൈലായിട്ട് വരുന്നത്? എ ആയിരിക്കും. അപ്പം തിരിച്ച് പ്ലാസ്റ്റിക് റീജിയൻ കുറവ് വരുന്നത് ആരായിരിക്കും? ബ്രിട്ടിലായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിരിക്കും, ബ്രിട്ടിലായിരിക്കും. അപ്പോൾ ഇത് 3 ക്വസ്റ്റിനും ഓരോ മാർക്കിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോരോ മാർക്ക് വെച്ച് 3 മാർക്ക് നമുക്ക് കിട്ടും അല്ലേ. ഒറ്റ ക്വസ്റ്റിനെ ഉള്ളെങ്കിൽ 1 കിട്ടും, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് മാർക്ക് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഗ്രാഫ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാറേ ഇല്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് ടെർമിനൽ വെലോസിറ്റി? എന്താ ടെർമിനൽ വെലോസിറ്റി? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മാക്സിമം വെലോസിറ്റി ഓഫ് എ ബോഡി മൂവിങ് ത്രൂ വിസ്കസ് ഫ്ലൂയിഡ്. വിസ്കസ് ഫ്ലൂയിഡിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മാക്സിമം വെലോസിറ്റിക്കാണ് എന്ത് പറയുന്നത്? ടെർമിനൽ വെലോസിറ്റി. ഒരു ഒബ്ജക്റ്റ് വിസ്കസ് ഫ്ലൂയിഡിൽ കൂടി മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വെലോസിറ്റി കൂടി വരും. അത് മാക്സിമം ഒരു വാല്യൂവിലെത്തും. അത് കഴിഞ്ഞിട്ട് അതെപ്പോഴും സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും, ചേഞ്ച് ഇല്ലാതെ സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. ആ സ്റ്റഡി വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് സ്റ്റോക്സ് ഫോർമുല. എന്തോ സ്റ്റോക്സ് ഫോർമുല പറയുന്നത്? സ്റ്റോക്സ് ഫോർമുല F ഈക്വൽ ടു, പറഞ്ഞു നോക്കിയേ, F ഈക്വൽ ടു എന്തായിരുന്നു? 6πr ഈറ്റ വി. വി ആരാ? ടെർമിനൽ വെലോസിറ്റി ആണ്.
ടെർമിനൽ വെലോസിറ്റി. ഈറ്റയോ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഇതോ റേഡിയസ് ഓഫ് ദി ഓബ്ജക്റ്റ്. എഫ് വിസ്കസ് ഡ്രാഗ്, വിസ്കസ് ഫോഴ്സ്. അതിൻ്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുണ്ട് വിച്ച് ഹാസ് ഗ്രേറ്റർ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, ഹണി ഓർ വാട്ടർ. ഹണിക്കാണോ വാട്ടറിനാണോ എന്ന്. ഫ്ലോ ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ട് ആർക്കാണോ അതിനായിരിക്കും കൂടുതൽ വിസ്കോസിറ്റി വരുന്നത്. അപ്പോൾ ആർക്കായിരിക്കും? ഹണിക്കായിരിക്കും. വിസ്കോസിറ്റി കൂടുകയാണെങ്കിൽ ആ ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാനായിട്ട് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഫ്രിക്ഷൻ പോലെ തന്നെ വിസ്കസ് ഫോഴ്സും ഓപ്പോസിങ് ഫോഴ്സാണ്, മൂവ്മെൻറ്റിനെ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എ capillary tube when dipped in water, it is commonly observed that water will rise through the tube. അല്ലേ? Which of the following is responsible for this? ഇതിന് കാരണമായിട്ടുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാപ്പിലറി ട്യൂബ് വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ, വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ ലെവൽ കൂടുന്നതായിട്ട് കാണാം അല്ലേ? വാട്ടർ കാപ്പിലറി ട്യൂബിൽ റൈസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. അതിനുള്ള കാരണം എന്താണെന്നാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ, സർഫസ് ടെൻഷൻ ആണോ, വിസ്കസ് ഫോഴ്സ് ആണോ? ഏതാണ് ഇതിന് കാരണം? സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷൻ ഈസ് ദി റീസൺ ഫോർ കാപ്പിലറി റൈസ്. അടുത്തതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ് ബിക്കം ഡബിൾഡ്. കാപ്പിലറി ട്യൂബിൽ വാട്ടർ ലെവൽ കൂടി നിൽക്കുന്നുണ്ട് അല്ലേ? ഇനി ഇത് ഡബിൾ ചെയ്യുവാണെങ്കിൽ, ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം H പ്രൊപ്പോർഷണൽ ടു 1/r ആണ് അല്ലേ? ഹൈറ്റ് ഓഫ് ദി വാട്ടർ ഇൻ ദി കാപ്പിലറി ട്യൂബ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദി ട്യൂബ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസ് H1 R1 എന്ന് എടുത്തു. ഇനിഷ്യലി H1 ആയിരുന്നു, റേഡിയസ് R1 ആയിരുന്നു. അത് കഴിഞ്ഞ് റേഡിയസ് ഡബിൾ ആക്കിയപ്പോഴത്തേക്കും ഇത് R2 ആയിട്ട് മാറിയെന്ന് വിചാരിച്ചോളൂ. H2/R2. അങ്ങനെയാണെങ്കിൽ H1/H2 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1/R1 ഇൻറ്റു R2/1. R2/R1 എന്ന് വരും. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് പറയുന്നുണ്ട് R2 എന്തായി? ഡബിൾ ആയെന്ന്. R2 ഡബിൾ ആയെങ്കിൽ H1/H2 ഈക്വൽ ടു R2ന് പകരം 2R1 കൊടുക്കാം. R1 കട്ടായി പോവും. അങ്ങനെയെങ്കിൽ H1 ഈക്വൽ ടു 2H2 അല്ലേ? അല്ലെങ്കിലോ H2 ഈക്വൽ ടു H1/2. അതായത് വാട്ടറിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ ഹാഫായിട്ട് മാറി. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി വാട്ടർ ബിക്കം water level become half of the initial value. ആദ്യം ഉള്ളതിൻ്റെ ഹാഫായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം എഴുതിയാൽ മതി. ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ ബിക്കം ഹാഫ് ഓഫ് ദി ഇനിഷ്യൽ വാല്യൂ എന്ന് എഴുതിയാൽ മതി. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് വേണ്ടവർക്ക് മാത്രമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് നോക്കി മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഇത് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, next question, what will be the shape of the graph that connecting the radius of capillary tube and capillary rise? നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. H പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. അത് എന്തിൻ്റെ ഫോമിലാണ്? Y പ്രൊപ്പോർഷണൽ ടു 1/x ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഹൈപ്പർബോളയായിരിക്കും. Hഉം Rഉം കൂടി കണക്ട് ചെയ്യുന്ന ഗ്രാഫ് ഹൈപ്പർബോളയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് മോർ ഡേഞ്ചറസ്? ഏതാണ് കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേൺ ഡ്യൂ ടു 100°C വാട്ടർ ആണോ, സ്റ്റീം അറ്റ് 100°C ആണോ കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളത്? ഏതാ കൂടുതൽ ഡേഞ്ചറസ്? സ്റ്റീമാണ് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഇനി സ്റ്റീം കൂടുതൽ ഡേഞ്ചറസ് ആകാനുള്ള കാരണം എന്താണ്?
ഇതിനകത്ത് കൂടുതൽ എനർജി ഉണ്ട്. കണ്ടെയ്ൻസ് മോർ ഹീറ്റ് എനർജി. ജസ്റ്റ് ഇത് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി 1 മാർക്ക് കിട്ടും. ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളവർക്ക് മാത്രമായിട്ട്, അതായത് 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറിനെ നമ്മൾ സ്റ്റീമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് അല്ലേ? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ്. അതിന് ഈക്വൽ ആയിട്ടുള്ള ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ എമൗണ്ട് ഓഫ് ഹീറ്റും കൂടി ആരുടെ അകത്ത് കാണും? സ്റ്റീമിനകത്ത് കാണും. അതുകൊണ്ടാണ് സ്റ്റീം കാരണം വരുന്ന ബേൺ കൂടുതൽ സിവിയർ ആണ് പറയുന്നത്. ഇനി ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ്റെ വാല്യൂ എന്തായിരുന്നു? 22.6 × 10⁵ ജൂൾ പെർ കിലോഗ്രാം ആയിരുന്നു. ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് കൂടുതലായിട്ട് ആരിലുണ്ട്? സ്റ്റീമിലുണ്ട്. അതുകൊണ്ടാണ് സ്റ്റീം കാരണമുള്ള ബേൺ ആണ് കൂടുതൽ സിവിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു കാർനോട്ട് എഞ്ചിനാണ്. വർക്കിംഗ് ബിറ്റ്വീൻ 300 കെൽവിൻ ആൻഡ് 600 കെൽവിൻ ആണ്. വർക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? കൺസ്യൂംഡ്, എനർജി കൺസ്യൂംഡ് ആണ്. എനർജി കൺസ്യൂംഡ് മീൻസ് ഇൻപുട്ട് പവർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് പവറാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം എഫിഷ്യൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈക്വൽ ടു 1 - ½ ഈക്വൽ ടു 1/2. ഈറ്റ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് പവർ ആണല്ലോ ഇക്വേഷൻ എന്തുവാ? ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഈറ്റ. ഔട്ട്പുട്ട് പവർ ബൈ ഈറ്റ. ഇവിടെ ഔട്ട്പുട്ട് പവർ എത്രയായിരുന്നു? 800 ജൂൾ പെർ സൈക്കിൾ തന്നിട്ടുണ്ട്. ബൈ 1/2. 2 നേരെ മുകളിലേക്ക് പോവും. നമുക്ക് ആൻസർ എത്ര കിട്ടും? 1600 ജൂൾ പെർ സൈക്കിൾ. ഓക്കെ. ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഈറ്റയാണ്. 800/1/2 എന്ന് വരും. 800/1/2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 1600 എന്നായിരിക്കും. ഹുക്സ് ലോ ബേസ് ചെയ്ത് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ്, സ്ട്രെയിൻ ഗ്രാഫിനെ ബേസ് ചെയ്ത് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ചിലപ്പോൾ ക്ലബ് ചെയ്ത് 4 മാർക്കായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കാണാത്തവർ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തേക്കണം. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. എ തെർമോ ഫ്ലാസ്ക് കണ്ടെയ്ൻസ് കോഫി. ഇറ്റ് ഈസ് വയലൻ്റ്ലി ഷേക്കൺ. ഡസ് ഇറ്റ്സ് ടെമ്പറേച്ചർ റൈസ്? അതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ യുവർ ആൻസർ. ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെ ആദ്യം നോക്കാം, എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ അതിനെ ഷെയ്ക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജിയാണ് ആഡ് ചെയ്യുന്നത്. മെക്കാനിക്കൽ എനർജിയാണ് ഈ നമ്മൾ കൊടുക്കുന്ന ഈ മെക്കാനിക്കൽ എനർജി ആ ലിക്വിഡിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഡഡ് ടു ദി ലിക്വിഡ് ഇൻ ദി ഫ്ലാസ്ക് ആണ്. ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെക്കാനിക്കൽ എനർജിയാണ് കൊടുക്കുന്നത്. ആ മെക്കാനിക്കൽ എനർജി എന്ത് ചെയ്യും? ആ ഫ്ലാസ്കിലുള്ള കോഫിയിലേക്കായിരിക്കും ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടത്തില്ലേ? കൂടും അല്ലേ? നമ്മുടെ ആൻസർ ഡസ് ഇറ്റ്സ് ടെമ്പറേച്ചർ റൈസ്? യെസ്. വൈ? the mechanical, while shaking, the mechanical energy is supplied to the flask and that mechanical energy is added to the liquid in the flask. Therefore, the temperature increases. Okay. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സാമിന് പെട്ടെന്നൊരു ക്വിക്ക് റിവിഷനും അത്യാവശ്യം വേണ്ടുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും സിമ്പിൾ പ്രോബ്ലംസും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു.